ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ആയി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവും, അടുത്ത വർഷം ഉണ്ടാവും, ഒന്നും ഞാൻ പറയുന്നില്ല, ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത്. ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, നെറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിക്കോ. റമദാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും? ചന്ദ്രഗ്രഹണം. അതേ റമദാനിൻ്റെ തന്നെ, പിറ്റത്തെ അതേ റമദാനിൻ്റെ 15 തന്നെ എന്തുണ്ടാവും? സൂര്യഗ്രഹണം ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ആര് വരും? ഇമാം മഹ്ദി വരുമെന്നാണ്. ഇമാം മഹ്ദി വരുമെന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി ജനിച്ചു വീഴല്ല. ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചകളോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹ്ദിക്ക് എത്ര വയസ്സായിരിക്കും? 40 വയസ്സായിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. നേരത്തെ ധരിച്ചിട്ടുണ്ട്. 40 വയസ്സായി അദ്ദേഹം ഇമാം മഹ്ദിയാണെന്ന് കാബയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത്. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു. അതിൽപ്പെട്ടതാണ് 2027 റമദാനിലാകും ഇത് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. സാർ ഇത് ശരിയാണോ എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് പരതുമ്പോൾ നോക്കുമ്പോൾ 2029 ഉണ്ടാവും, 27 ഉണ്ടാവും, അതെനിക്കറിയില്ല. എന്തായാലും സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് സഹീഹാണ്, ആർക്കും തള്ളാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായാലും അത് അന്വേഷിക്കുക. അത് അന്വേഷണത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കരുനാപ്പള്ളിക്കാർ. നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യോ? നെറ്റിൽ പരതിക്കോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി റെഡിയാകാം. ഇപ്പോഴേ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അർത്ഥം. ഇമാം മഹ്ദി വന്നാൽ പിന്നെ തൊട്ടുപുറകെ ആര് വരും? ദജ്ജാൽ വരും, യജൂജ് മജൂജ് വരും, ഈസാ നബി ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം തീരുമാനമാവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വല്ലാതെ അധികരിച്ചു പോകുമേ. എന്നാൽ ഇതെല്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അധികരിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ടതാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ലി മഹ്ദിയത്തിന ആയതാൻ. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് 2 വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടത്രേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. കരുനാഗപ്പള്ളിയിലുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പഠിച്ചു വെക്കണേ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് വരെ ആ 2 ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടില്ലത്രേ. ആ 2 ദൃഷ്ടാന്തം വരാൻ പോവാണ്. എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളി. സമയം പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ദൃഷ്ടാന്തങ്ങളെ ഇന്ന് വരെ വന്നിട്ടില്ല, ഇന്ന് വരെ വരുത്തിച്ചിട്ടില്ല. ഏതൊക്കെയാണ് ആ 2 ദൃഷ്ടാന്തങ്ങൾ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൻകസിഫുൽ ഖമറു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ ആദ്യത്തേതാകുന്ന രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ. ഒരു റമദാൻ കടന്നു വരും. ഇമാം മഹ്ദിക്ക് മുമ്പ് ഒരു റമദാൻ വരും. ആ റമദാനിന്റെ ആദ്യത്തേതാകുന്ന ദിവസത്തിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമേ. വതൻകശിഫു ശംസു ഫിന്നസ്വി മിൻഹു. ആ റമദാനിന്റെ 15 അന്ന് തന്നെ സൂര്യഗ്രഹണവും ഉണ്ടാകുമേ. ലം യകൂനാ മുൻദു ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് മുതൽക്ക് ഇന്ന് വരെ ഈ 2 ദൃഷ്ടാന്തം ഉണ്ടായിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പുള്ള റമദാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാവും? നജീർ, ചന്ദ്രഗ്രഹണം ഉണ്ടാവും ആദ്യത്തെ രാത്രി. റമദാൻ 15 അന്ന് എന്തുണ്ടാകും? സൂര്യഗ്രഹണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരും? ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉസ്താദ് ഇപ്പോൾ ഈ റമദാനാണോ എന്ന് ചിന്തിക്കുന്നവരെ ഞാനത് പറയുന്നില്ല, നെറ്റിൽ നോക്കിക്കോളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം സൂര്യനും ചന്ദ്രനൊന്നും എൻ്റെ കയ്യിലില്ല, അതൊക്കെ അവിടെ ഇരിക്കുകയാണ്. അത് വരുന്ന സമയത്ത് നോക്കാം. നമ്മളിത് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞത് അതേ ഇല്ല ഇതായില്ല എന്ന് പറയണ്ട. ഒരു റമദാനിൽ ഇതുണ്ടാവും. അത് ഏത് റമദാനാണെന്നുള്ളത് നിങ്ങൾ തപ്പിക്കോളൂ. ഇനി സമയം അറിയുമല്ലോ. എന്തായാലും അധികം പോകില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അത്ര ഞാൻ ക്ലൂ തരുന്ന അത്രേ ഉള്ളൂ. എന്തായാലും അധികം പോകൂല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ സമയമൊന്നും പറയുന്നില്ല കേട്ടോ. അടുത്ത കൊല്ലമൊന്നോ പിന്നത്തെ കൊല്ലമൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഒരാൾ കാണിച്ചത് പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. റമദാൻ ഒരു റമദാനിൽ ഇതുണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി എത്ര നാൾ നമുക്ക് ആയുസ് ഉണ്ടാകും ചിന്തിക്കുന്ന സഹോദരങ്ങൾ. ഈ സമയത്ത് തന്നെ അൽഹംദുലില്ലാഹ് ഇത്തരത്തിൽ വാദിൻ്റെ സദസ്സിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. നിങ്ങളിൽ ഒരു നന്മ നൽകിയിട്ടുണ്ട് എന്നർത്ഥം. ലോകം മുഴുവനും തിന്മ പ്രചരിപ്പിക്കുന്ന ഈ കാലയളവിൽ അൽഫലാഹിൻ്റെ യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു മഹനീയമായ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ കുട്ടികളിൽ നന്മ നിറഞ്ഞതാകുന്ന വ്യക്തികളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. കാരണം ഗാനമേള അവർക്ക് വെക്കാം, ഒരു തടസ്സവും ഇല്ല.
ചിലപ്പോൾ വീട്ടുകാരെ എതിർക്കും, 10 പ്രാവശ്യം അവരോട് സമ്മർദ്ദം ചെലുത്തി വേണേ വരുന്ന ഇന്ന നടിയെ കൊണ്ട് ഉമ്മയെ മുസാഫത്തേക്കാന്ന് പറഞ്ഞാൽ ഉമ്മക്ക് സന്തോഷമുള്ളൂ. അൽഹംദുലില്ലാ, മോനെ എന്നാൽ കൊണ്ടുപോകാൻ മോനെ, എൻ്റെ റാഹത്ത്. നമ്മൾ കുടുംബങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ വളരെ റാഹത്താണ്. മകനോ മുസാഫത്ത് ചെയ്ത് ഉമ്മ സമ്മതിക്കൂലേ? സമ്മതിക്കും, ഉറപ്പാണ്. പക്ഷേ അതിനൊന്നും മുതിരാതെ അവർ അൽഹംദുലില്ലാ ഇത്തരത്തിലുള്ള ദീനിയായ വാദിൻ്റെ മജ്‌ലിസ് അവർ വെക്കുകയും നാട്ടിലുള്ള പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തോളം ഈ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തത് അവരുടെ മനസ്സിൽ ആത്മീയതയുള്ളത് കൊണ്ടാണ്. കാരണം എന്താ, എല്ലാ തിന്മകളുടെയും വേരുറച്ചു പോയി സഹോദരങ്ങളെ, എല്ലാ തിന്മകളുടെ വേരുറച്ചു പോയി. ഞാനത് പറഞ്ഞത്, നോക്കുന്നതും കാണുന്നതും ഒക്കെ അശ്ലീലതയാണ്. ഒട്ടും നമ്മൾ നോക്കാൻ കൊടുക്കാത്ത വിഭാഗമായിരുന്നു മൊബൈൽ. ആർക്ക്? പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായത്തിലുള്ളവർക്ക്. അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു സൃഷ്ടിച്ചതാണ് കോവിഡ്. ആ കുട്ടികളെ കൂടി വഴിവെപ്പിക്കാൻ വേണ്ടി പടച്ചറപ്പ് കൊടുത്ത ഒരു സാഹചര്യം ഏത്? കോവിഡ്. അതില്ലായിരുന്നെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് മൊബൈൽ തൊടിക്കോ? +2 പഠിക്കുന്ന കുട്ടിയുടെ മൊബൈൽ കണ്ട ഉമ്മ എന്താ പറയുക, എവിടെ നിട്ടില്ലേ മൊബൈൽ എന്ന് വെച്ച് പിടിച്ചു വാങ്ങിയിരുന്നു. ഇപ്പോൾ 5ാം ക്ലാസ് കഴിക്കുന്ന കുഞ്ഞിൻ്റെ പോലും മൊബൈലുണ്ട്, എപ്പോഴും കയ്യിൽ സ്റ്റോക്കാണ്, പോക്കറ്റിട്ടുണ്ട്, അവനിപ്പോൾ അതിന് വന്നിരിക്കുന്നത്. ഉമ്മ വാങ്ങുന്നില്ല. എന്താ കാരണം? ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ രാത്രി 10:30 ഉണ്ടെന്ന് പറയുന്നു ഉമ്മ. ഉമ്മ പിന്നെ വിവരം ഇതില്ലാത്തതുകൊണ്ട് ഉമ്മ വിശ്വസിച്ച് 10:30 രാത്രി 10:30 ഓൺലൈൻ ക്ലാസ് ഉണ്ട്. വേറൊരുത്തരായിട്ട് വീഡിയോ ചാറ്റിംഗ് ഉണ്ട് 10:30 മുതൽ 11:30 വരെ കറക്റ്റ് ടൈം വെച്ച്. ആരെങ്കിലും മൊബൈൽ വാങ്ങി വെക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം, ഓരോ കാലഘട്ടത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയത്. നമ്മൾ ഓർക്കും ഈ പള്ളികളൊക്കെ ഇനി ആരടയ്ക്കുക, പള്ളികളൊക്കെ അടയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമെന്ന് പറയുമ്പോൾ, ഹദീസുകളുണ്ടെന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ കൊണ്ടാവും ഒക്കെ വെറുതെ. കാരണം എല്ലാവരും പള്ളി കയറുന്നില്ലേ? കോവിഡ് വന്നപ്പോൾ എത്രയാണ് ഇപ്പോൾ പള്ളി കയറാത്തത്? ജുമായ്ക്ക് വണ്ടുകൊണ്ടിരുന്ന എത്ര പേരാണ് ജുമായ്ക്ക് വരാത്തത്? നിസ്കാരം ഒരു 10 മിനിറ്റ് കൂടിയാൽ അതിനെതിരെ ഫിത്തന പറയുന്ന എത്ര പേരാണ്? എന്നാൽ ഗാനമേളയുടെ പാട്ട് കൂടി, അല്ലെങ്കിൽ സിനിമ കുറഞ്ഞു പോയി, പരാതിയാണ് അവർ. 2 മണിക്കൂറുള്ള സിനിമ അത് ഇപ്രാവശ്യം 1.5 മണിക്കൂറുള്ളായിരുന്നുള്ളൂ. പ്രദർശനം കുറേ ഭാഗം കട്ട് ചെയ്തു, പരാതി പറയാൻ, കമൻ്റ് ഇടുക. 2.5 മണിക്കൂർ സിനിമ ആകാൻ വേണ്ടി കുതിക്കുന്നവൻ 2 മണിക്കൂർ വഅദ് കേൾക്കാൻ താല്പര്യമില്ല, 1 മണിക്കൂർ ജുമായ്ക്ക് വരാൻ താല്പര്യമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ? നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോയി. നഊദു ബില്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ തിന്മകളും ജനങ്ങൾ കടന്നു വരും. ആ തിന്മകൾ മുഴുവനും അടിയുറച്ചതാകുന്ന ജീവിതം നയിക്കും. ആ സമയത്ത് നമുക്ക് വേണ്ടത് തഖ്വയാണ്. അല്ലാഹുവിൽ പരിപൂർണമായി പരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഹൃദയത്തെ സംശുദ്ധി വരുത്തണം. ഒരാളോട് പോലും മോശമാകുന്ന ചിന്തയില്ല, ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല, സ്വന്തം മക്കളോടില്ല, സമൂഹത്തോടില്ല, സമുദായത്തോടില്ല, ഇതര സമുദായത്തോടില്ല, ഒരാൾ പോലും വെറുപ്പില്ലാത്ത നല്ല ജീവിതം നമുക്ക് കാഴ്ചവെക്കണം. അതിലെല്ലാം ഉപരി 5 വഖ്ത് നമസ്കാരം ചിട്ടവെക്കണം. ഒരൊറ്റ ജമാഅത്ത് പോലും മുടക്കല്ലേ പുരുഷന്മാർ, ഒരൊറ്റ ജുമാ പോലും മുടക്കല്ലേ സഹോദരിമാരെ. ബാങ്ക് വിളിക്കുമ്പോൾ അവ്വൽ വഖ്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണേ, യാസീൻ ഓതുന്ന ശീലമുണ്ടാവണേ, സൂറത്തുൽ വാഖിഅ ഓതുന്ന ശീലമുണ്ടാകണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ, സൂറത്തുൽ സജദ പാരായണം ചെയ്യണേ, ഖുർആൻ ഖത്മുകൾ തീർത്തു തുടങ്ങണേ. റമദാൻ വന്നിട്ട് ഓതാമെന്ന് പരിശ്രമിക്കല്ലേ. റമദാൻ വരുന്നതിന് മുമ്പ് അതിന്റെ വിളിയാളം മൂത്തുമായി കടന്നു വന്ന വിശുദ്ധമായ റജബിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഖുർആൻ ഖത്മുകൾ തുടങ്ങി വെക്കണേ. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബറിടം പ്രിയപ്പെട്ട പുരുഷന്മാരെ ജുമുഅ ദിനത്തിൽ പോയി സന്ദർശിക്കണേ. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുകയും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ സുതാര്യമാക്കണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുർആൻ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ. ഈ ദുനിയാവിൽ പടച്ചറബിനെ പേടിച്ചും ഭയപ്പെട്ടുകൊണ്ടും നല്ല ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട് നിലകൊണ്ടാൽ, അല്ലാഹുവിൽ വിശ്വാസം അർപ്പിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്താൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബറക്കത്തിന്റെ വാതിലുകൾ തുറന്നു നൽകുന്നതാണ്. റജബ് എന്ന് പറയുന്ന പവിത്രമായ മാസത്തിൽ അല്ലാഹുവിനോട് റജബിലും ശഅബാനിലും ബറക്കത്തിനെ ചോദിക്കുന്നവരെ, അതോടൊപ്പം ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ. തെറ്റുകൾ മുഴുകാതെ പടച്ചറബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഷഹറുൽ ഇസ്തിഗ്ഫാർ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്തിഗ്ഫാറിന്റെ മാസം കൂടിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞാൻ ഒരുപാട് കള്ളു കുടിച്ചവനാണ്, വ്യഭിചരിച്ചവനാണ്, അശ്ലീലമായ തലത്തിലേക്ക് എൻ്റെ കണ്ണും കാതും കൊണ്ടുപോയതാണ്, എൻ്റെ കൈകൾ കൊണ്ട് ഒരുപാട് മോശമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ കാലുകൾ കൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ നടന്നുപോയവനാണ്, ഒരുപാട് കള്ള് ഷാപ്പുകളിലേക്ക് കയറി ചെന്നവനാ, മോശമാകുന്ന ചിന്തകൾ വെച്ച ഹൃദയമാണ്. അല്ലാ, എനിക്ക് പുറത്തു നൽകണേ നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് റജബിന്റെ മാസത്തിൽ തൗബ ചെയ്തുകൊണ്ടെന്ന് മടങ്ങിയാൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വ ബറക്കത്തുകളും ഐശ്വര്യങ്ങളും നന്മകളും അല്ലാഹു നിനക്ക് നൽകുമേ. തീർന്നില്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു തലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ
ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തലാഖിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ ആരൊരുവനെ ഭയപ്പെട്ടുവോ അവനെ ഭയത്തോടുകൂടി കാണുകയും അവന് വേണ്ടി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മോശപ്പെട്ട സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മനോഹരമായ വീടുകൾ അല്ലാഹു നൽകിയിരിക്കുകയാണ്. എത്ര സമയം സിനിമ കണ്ടാലും ചോദിക്കാൻ ആരുമില്ലാത്ത കാലഘട്ടമാണ്. എത്ര സമയം സീരിയൽ ദർശിച്ചാലും ചോദിക്കാൻ ആരുമില്ല. വാപ്പയും ഉമ്മയും കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിരിക്കുകയാണ്, പഠിക്കാൻ വാങ്ങിച്ചു തന്നതാണ്. പക്ഷേ സിനിമകൾ കാണുകയാണ് മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയ. ഇതെല്ലാം കൊണ്ടുപോകാതിരുന്നാൽ അല്ലാഹു എനിക്ക് ബറക്കത്ത് ചൊരിയുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് നരകീയ മോചനം നൽകുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് ഖബറിലെ ശിക്ഷ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, അല്ലാഹു എനിക്ക് വിചാരണ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത, മഹ്ശറിൽ എനിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുകയില്ല എന്നുള്ള ചിന്ത നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. എന്നിട്ട് തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിവായ ഒരു ജീവിതം വരട്ടെ. എന്റെ കണ്ണുകളെ ഞാൻ സൂക്ഷിക്കും, എന്റെ കാതുകളെ ഞാൻ സംരക്ഷിക്കും, എന്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും, എന്റെ കൈകളെ ഞാൻ പിടിച്ചാൽ നിലകൊള്ളും, എന്റെ കാതുകളെ ഞാൻ വിചാരിച്ചാലല്ലാതെ മോശമാകുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കള്ളുകൂടി ഒഴിവാക്കുകയാണ്, ഞാൻ എന്റെ ലഹരി ഉപയോഗം ഒഴിവാക്കുകയാണ്. ഇനി ഒരു ബീച്ചിലേക്കും ഞാനില്ല, ഇനി ഒരു പാർക്കിലേക്കും ഞാനില്ല, ഇനി ഒരു മാളിലേക്കും ഞാൻ പോകുന്നില്ല. ഇനി മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് എന്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാകുന്ന എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു. ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ച് നിലകൊള്ളുകയാണ്. ആ ഇമാം മഹദി വരുന്നതിന് മുമ്പ് റമദാൻ മാസത്തിന്റെ ആദ്യത്തേതാകുന്ന സുദിനത്തിൽ തന്നെ ആ ഒറ്റ രാവിലെ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമത്രേ. അതേ റമദാനിന്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമത്രേ. അടുത്തിടെ തന്നെ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസമാണ്. അല്ലാഹുവേ, അതിനെക്കുറിച്ച് ഭയമുള്ളത് കൊണ്ട് തന്നെ ഇനി ലോകാവസാനത്തിലേക്കുള്ള വിളിയാളം ഇതാ കടന്നു വരുകയാണ്. അതുകൊണ്ട് അന്യരാകുന്ന വ്യക്തികളോട്, അത് സ്വന്തം സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, അയൽവാസിയാകട്ടെ, കൂട്ടുകാരിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ, ഇതര സമുദായത്തിൽപ്പെട്ടവരാകട്ടെ, ഒരാളോട് പോലും വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിറ്റുപാകാതെ എല്ലാവരോടും സ്നേഹസമസ്രമാകുന്ന പെരുമാറ്റത്തിലൂടെയുള്ള ജീവിതം നിനക്ക് ധന്യമാവട്ടെ. ഒരൊറ്റ ജുമയോ ജമാഅത്തോ മുടക്കരുത് സഹോദരങ്ങളെ. ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുകൊടുത്തുകൊണ്ട് ആദ്യ വഖത്തിൽ തന്നെ വീടിന്റെ അകത്തളങ്ങൾ നമസ്കരിക്കുന്ന സഹോദരിമാരായി മാറണം. 70,000 ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചൊല്ലിത്തീർക്കണം. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം ഏത് സെക്കൻഡിലും മരണം വരാ, എപ്പോൾ വേണമെങ്കിലും മരണം നമുക്ക് കടന്നു വരാം. പ്രസവേദന വന്നതാകുന്ന കണ്ണൂർ ജില്ലയിലുള്ള പാവപ്പെട്ട സഹോദരി ഒരിക്കലും മരണം പ്രതീക്ഷിച്ചതല്ല. തന്റെ ഭർത്താവ് പ്രതീക്ഷയോട് പറയുകയാണ്, പ്രതീക്ഷയെ വണ്ടിയെടുക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേ. വേഗം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോൾ അതാ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മാതാപിതാക്കളും വാഹനത്തിൽ കയറുകയാണ്, മൂത്ത മകളും വാഹനത്തിൽ കയറുകയാണ്. പോകുന്ന വഴിയിൽ അച്ഛൻ തന്നെ പുറകിലിരുന്ന് പറയുന്നുണ്ട്, എന്തോ മണം വല്ലാതെ കടന്നു വരുന്നുണ്ട് പ്രതീക്ഷയെ. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ തന്നോടൊപ്പം ഇരിക്കുന്ന പൊന്നു ഭാര്യ അവൾ പ്രസവേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ടപ്പോ ഭർത്താവാകുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല, ഇത് മരണത്തിലേക്കുള്ള ദൂരമാണ്, മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് ചിന്തിച്ചില്ല. വേഗം തന്നെ പോവുകയാണ്. അതാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരു 100 മീറ്റർ എത്തുമ്പോ ഖാബിദുൽ അർവാഹ് മലക സറായീൽ അലൈഹിസ്സലാം മടന്നു വന്നുകൊണ്ട് ശരീരത്തിൽ ആത്മാവിനെ പിടിച്ചില്ലേ, അവരെ കരിച്ചു കളഞ്ഞില്ലേ. സഹോദരങ്ങളെ, അച്ഛനും അമ്മയും മൂത്ത മകളും ഇളയമയും അടക്കമുള്ളവർ നോക്കി നിൽക്കെ, അവർ ഒച്ചപ്പാടി നൽകെ. ആ പാവപ്പെട്ട ഗർഭിണിയാകുന്ന സഹോദരിയും അവരുടെ ഭർത്താവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ. എത്ര വലിയ ദുരന്തമാ. ഈ രീതിയിൽ തന്നെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. കേരളത്തെ നടുക്കിയതാകുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലാഹുവേ പടച്ചറപ്പേ, ആ കുടുംബത്തിലെ സർവർക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരാ. ഒരു കുഞ്ഞിനെ ജന്മം നൽകിയാൽ അമ്മ തീരുമാനിച്ചാൽ ആ കുഞ്ഞിനെയും വേണ്ട തള്ളയും വേണ്ട എന്ന് പടച്ചറപ്പിന്റെ തീരുമാനമാണ് വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം അലംഘനീയമായ തീരുമാനമാണ്. ആർക്കും അത് ലംഘിക്കാൻ പറ്റുകയില്ല. ഏത് സമയത്തും കടന്നു വരാം. അതുകൊണ്ട് അഹന്ത വെക്കാതെ, അഹങ്കരിക്കാതെ, ഒരാളോടും വിദ്വേഷം വെക്കാതെ, ഒരു മനുഷ്യനോടും വെറുപ്പ് വെക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കാരണം അടുത്ത സെക്കൻഡിൽ മരണം വരാം. മരിക്കുന്ന സമയത്ത് 10 പേര് പറയണം, ഈ മനുഷ്യൻ നല്ലവനാണ്, കരുനാഗപ്പള്ളിയിലെ താച്ചയിൽ ജംഗ്ഷനുള്ള സഹോദരനാണ്, ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ്, നമസ്കാരങ്ങൾ ചിട്ടവെച്ച വ്യക്തിയാണ്, നോമ്പുകൾ നോറ്റ് വീട്ട വ്യക്തിയാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയ വ്യക്തിയാണ്, ഒരുപാട് നന്മയാർന്ന ജീവിതം നയിച്ച മനുഷ്യനാ അദ്ദേഹം. സ്വാലിഹാണ്. 10 പേര് നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞാൽ, പെങ്ങളെ, സഹോദര സഹോദരി, തീർച്ചയായും നമ്മൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമുക്ക് വേണ്ടത്.
ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല, ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ സഹോദരങ്ങളെ. ഒരാളെയും നോവിക്കാൻ പാടില്ല, ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല. അതല്ലേ എറുമ്പിൻ കൂടുകൾ പോലും തീയിട്ട് കരിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെപ്പോലും നോവിക്കാൻ പാടില്ല. നടന്ന് നീങ്ങവേ വഴിയരികിൽ നിന്ന് ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് വെറുതെ ഞെരടി, കയ്യിലിട്ട് ഇങ്ങനെ കശക്കി കളഞ്ഞു ഒരു സഹാബി. നബി പറഞ്ഞു ചെയ്യരുത്, പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. അതാണ് മുസ്ലിം. യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെയാണ്. അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും അവൻ്റെ പ്രവർത്തനം മൂലവും മറ്റൊരാളെ വേദനിപ്പിക്കുകയേ ഇല്ല. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് വിശുദ്ധമായ റജബിൽ അള്ളാഹുവെ റജബിലും ഷാബാനിലും ബറക്കത്ത് ചൊരിയണേ എന്ന് ചോദിച്ച് മുന്നേറുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനാണ് ഈ റജബ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.